ചതിച്ച് വിദേശത്തെത്തി അവിടെ നിന്ന് മയക്കി സെക്സ് റാക്കറ്റ് മാഫിയയുടെ കണ്ണികളിലേക്ക് അകപ്പെടുത്തുന്ന ആ അധമ സംഘത്തിൽ ഓരോരുത്തരായി പുറത്തു വരുന്ന മണിക്കൂറുകളാണ്. ഏറ്റവും പുതിയ അറസ്റ്റ് കൂടി കേസിൽ ഉണ്ടാകുന്നു. 24 ബിഗ് ബ്രേക്ക്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് അറസ്റ്റിലായത്. ആൻമരിയ സണ്ണി കൊച്ചിൻ വിവരങ്ങളുമായി ചെയ്തു. ആൻമരിയ, നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിലായിരുന്നു. ഈ 3 പേരിൽ നിന്നും വിശദമായ ചോദ്യം ചെയ്യലാണ് ഏറ്റവും ഒടുക്കം ആ മാസ്റ്റർ ബ്രെയിനിലേക്ക് പോലീസ് എത്തുന്നത്. ആരാണ് ഈ ബിലാൽ എന്ന ശ്രീകുമാർ? അയാൾക്ക് ഈ കേസിൽ എന്താണ് പങ്ക്? അയാളുടെ റോൾ എന്താണ്? സുഹിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേസിൽ ആദ്യം ഉണ്ടായിരുന്നത് 5 പ്രതികളാണ്. അതിൽ 3 പേരാണ് പിടിയിലായിരുന്നത്. അതിൽ 1, 3, 4 പ്രതികളാണ് ഇതുവരെ നിലവിൽ അറസ്റ്റിലായിരിക്കുകയും റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്നത്. 2, 5 പ്രതികൾ നിലവിൽ വിദേശത്തേക്കാണ്. അവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പ്രതിപട്ടികയിൽ പേരില്ലാത്ത ബിലാൽ എന്ന പേരുള്ള ശ്രീകുമാറിന്, അതായത് ശ്രീകുമാർ എന്ന പേരുള്ള ബിലാൽ എന്ന് പറയുന്നത് വട്ടപ്പേരാണ്. ഇദ്ദേഹത്തെ ഇന്ന് പോലീസ് പിടികൂടുന്നത്. രാവിലെ ചോദ്യം ചെയ്തതിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് നടത്തിയ തുടർ ചോദ്യം ചെയ്യലിലാണ് ഈ ശ്രീകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകുമാറിലേക്ക് പോലീസ് എത്തുന്നത് ഇങ്ങനെയാണ്. സിന്ധുവിനെ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയുടെയും ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് ശ്രീകുമാറിലേക്ക് പോലീസ് എത്തുന്നത്. ഈ ശ്രീകുമാർ എന്ന് പറയുന്നത് സിന്ധുവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. സിന്ധുവിന്റെ ദുബായിലുള്ള മേക്കപ്പ് സ്റ്റുഡിയോയിലെ ഒരു ആളായിരുന്നു. അതായത് ജൂനിയർ ആയിരുന്നു, അസിസ്റ്റന്റ് ആയിരുന്നു ഈ ശ്രീകുമാർ എന്ന് പറയുന്നത്. തുടർന്ന് ഈ സിന്ധുവിന്റെ ഒരു കൂട്ടാളിയായിട്ട് മാറി. ഇതിൽ ശ്രീകുമാറിന്റെ റോള് എന്ന് പറയുന്നത് പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരു മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്നതിന് കാരണം ഇങ്ങനെയാണ്. ആദ്യം അലീന ഒരു പരസ്യം നൽകുന്നു, ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു. സിന്ധു അതിന് നേതൃത്വം നൽകുന്നു. പക്ഷേ ഇതിനകത്ത് പെൺകുട്ടികൾ വീഴാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ വീടുകളിലൊക്കെ ചെന്ന് ഈ പെൺകുട്ടികളെ കൺവിൻസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാന റോൾ വഹിക്കുന്നത് ഈ ശ്രീകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം കേസിൽ ഉണ്ടായിരുന്നതും പ്രതിപട്ടികയിലൊക്കെ പേര് വന്നതുമെല്ലാം ഈ റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ ഉണ്ടായിരുന്ന 3 പേരുകളും അല്ലെങ്കിൽ ഈ 5 പേരുകൾ എന്ന് പറയുന്നതിൽ 2, അതോടൊപ്പം തന്നെ 5 പ്രതികളുടെ പേരുകൾ നിലവിൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇത് സ്ത്രീകളായിരുന്നു ആദ്യം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു പുരുഷൻ കൂടി വരുന്നു. ആദ്യം ഈ കേസ് വന്ന തുടക്കം മുതൽ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു ഇത് വലിയൊരു ശൃംഖലയാണ്, ഒരു വലിയ സെക്സ് റാക്കറ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ പ്രതികൾ ഇതിനകത്ത് പിടിയിലാകുമെന്ന് പറയുന്നു. നാളെ എന്തായാലും ഈ ശ്രീകുമാറിനെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് റിമാൻഡിലേക്ക് വിടും. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ പ്രതികളിലേക്ക് എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം. സുഹൈൽ, പ്രേക്ഷക ദൃശ്യങ്ങൾ കണ്ട ശ്രീകുമാറാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. പെണ്ണുടലുകൾക്ക് കമ്പോളമുണ്ടാക്കി വിലവേശി വിൽക്കുന്ന നാണമില്ലാത്ത സംഘത്തിന്റെ തലവൻ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മണിക്കൂറുകൾ കൂടിയാണ്. കണ്ണി ഓരോന്നായി മുറിച്ചെടുക്കുകയാണ് പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.